ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇനി നമുക്ക് നല്ലൊരു സ്കിൻ ബ്രൈറ്റനിങ് ഫേസ് മാസ്ക് നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാമെന്നുള്ളത് നോക്കാം കേട്ടോ. ഒറ്റ യൂസിൽ തന്നെ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ സ്കിന്നിന് നന്നായിട്ട് ഈവൻ ടോൺ കിട്ടാനൊക്കെ ആയിട്ട് സഹായിക്കുന്ന നല്ല അടിപൊളി ആയിട്ടുള്ളൊരു ഫേസ് പാക്കാണ് ഇത്. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിന് മുൻപായിട്ട് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്ന വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഈ ഒരു സംഭവമാണ് കേട്ടോ. പരിപ്പ്, ഓറഞ്ച് കളറിലുള്ള ഈ ഒരു പരിപ്പാണ് നമുക്ക് മെയിനായിട്ട് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അത് ഏകദേശം ഞാൻ 2 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതന്നെ മതി നമുക്ക് 2-3 ദിവസത്തേക്ക് ഉപയോഗിക്കാനായിട്ട്. ഇനി ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഇതൊന്ന് കുതിർക്കാനായിട്ട് വെക്കണം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചപ്പാൽ ഉപയോഗിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നോർമലായിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പാലായാലും ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് പാൽ ചേർത്തിട്ട് ഇതുപോലെ കുതിർക്കാനായിട്ട് വെക്കണം. പാല് നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റൻ ആവാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ ക്ലെൻസ് ആവാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്ന ഒന്നാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഇതേപോലെ ക്യാരറ്റാണ് കേട്ടോ. ചെറിയൊരു ക്യാരറ്റ് എടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് ഇതേപോലെ ചെറിയ പീസാക്കിയിട്ട് ഒന്ന് എടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പരിപ്പൊക്കെ നല്ല രീതിക്ക് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ പാലൊക്കെ അലർജി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ വെള്ളം ഉപയോഗിക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല. പക്ഷെ ഒന്നും കൂടി നമുക്ക് നല്ല റിസൾട്ട് കിട്ടുക ഇതേപോലെ പാലിൽ ഈ ഒരു പാക്ക് കുതിർത്തിട്ട് എടുക്കുമ്പോഴായിരിക്കും കേട്ടോ. കുറച്ച് കൂടുതൽ പാല് ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം കേട്ടോ. വേറെ നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കാതെ ഈ ഒരു പാലിലാണ് ഈ ഒരു പാക്ക് നമുക്ക് അരച്ചെടുക്കേണ്ടത്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇതേപോലെ ഒന്ന് മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്തി വെച്ചിരിക്കുന്ന ആ പരിപ്പും അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു ക്യാരറ്റും അതേപോലെ തന്നെ അതിലുണ്ടായിരുന്ന പാല് ഞാൻ ഫുള്ളായിട്ട് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് പാല് തികയുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് പാല് ചേർത്തിട്ട് ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് പാക്ക് അരഞ്ഞു കിട്ടാനായിട്ട്. അപ്പോൾ നല്ല ക്രീം പരുവത്തിൽ നമുക്ക് ഈ ഒരു പാക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അധികം നമ്മൾ പാലൊഴിച്ചിട്ട് ആദ്യം തന്നെ അരച്ചെടുക്കരുത്. അപ്പോൾ നന്നായിട്ട് ലൂസാവും. അപ്പോൾ നമ്മുടെ ഫേസിൽ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഇനി തിക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്തിട്ട് ഇതേപോലെ നമുക്ക് ആക്കിയെടുക്കണം. ഇനി നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇതിലേക്ക് വെള്ളം കാര്യങ്ങളും ഒന്നും ചേർക്കരുത്. പാല് മാത്രം ഉപയോഗിച്ചിട്ട് ഇതേപോലെ നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. ഇനി ഈ ഒരു പാക്ക് നമുക്ക് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഫേസൊക്കെ നന്നായിട്ടൊന്ന് ഫേസ് വാഷ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഫേസ് വാഷ് പൗഡർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഈ ഒരു പാക്ക് ഇതേപോലെ നമ്മുടെ ഫേസിൽ ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ആദ്യം ഒരു ലെയർ ഇതേപോലെ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും തിക്കായിട്ട് ആവാൻ വേണ്ടിയിട്ട് ഒരു ലെയറും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഫേസ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ നെക്കിലായാലും ചെവിയിലായാലും ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. ഇതിൽ ചേർത്ത് കൊടുത്തുള്ള ഈ ഒരു പരിപ്പ് നാച്ചുറലായിട്ടൊരു ബ്ലീച്ചിങ് നമ്മുടെ മുഖത്തിന് തരാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ട് ഡാർക്ക് സ്പോട്ട്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ധാരാളമായിട്ട് വൈറ്റമിൻസും മിനറൽസൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ടാന് കുറയ്ക്കാൻ വേണ്ടിയിട്ടായാലും ഓപ്പൺ പോസ് നന്നായിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ സ്കിന്നൊക്കെ ഈവൻ ടോണായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. ഇനി അതേപോലെ തന്നെ ക്യാരറ്റ് ആയാലും നമ്മുടെ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാൻ, നമ്മുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്കിൻ ബ്രൈറ്റനിങ് വേണ്ടിയിട്ടും ഡാർക്ക് സ്പോട്ട്സൊക്കെ നന്നായിട്ട് കുറയാൻ വേണ്ടിയിട്ട്, നമ്മുടെ സ്കിന്നിന് നന്നായിട്ടൊരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കും കേട്ടോ. ഇനി പാലായാലും സ്കിൻ ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഡാർക്ക് സ്പോട്ട്സ് കുറയാൻ വേണ്ടിയിട്ട്, നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഈവൻ ടോണായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും.
അപ്പോൾ ഇത് മൂന്നും കൂടി ചേരുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ഡാർക്ക് സ്പോട്ട്സ് അതേപോലെ തന്നെ ഈവൻ ടോൺ അല്ലാതെ ഇരിക്കുക അതൊക്കെ നല്ല രീതിക്ക് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അതോടൊപ്പം തന്നെ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. പാക്കൊക്കെ എല്ലായിടത്തും ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 20 മിനിറ്റ് നേരം വെക്കുക കേട്ടോ. എന്നിട്ട് ഒന്ന് ഡ്രൈ ആയിന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഇത് കഴുകുന്നതിന് മുൻപായിട്ട് ഇതേപോലെ നിങ്ങൾ ചെറിയ രീതിയിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പാക്കിൻ്റെ റിസൾട്ട് ഒന്നും കൂടി നമ്മുടെ ഫേസിലേക്ക് കിട്ടാനായിട്ട് സഹായിക്കും. അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് നനച്ച് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കഴുകിയപ്പോഴാണ് കേട്ടോ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് ശരിക്കും മനസ്സിലാവുന്നത്. ഒറ്റ യൂസിൽ തന്നെ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫേസ് പാക്കാണ് കേട്ടോ അത്. ഇത് നമുക്ക് ഡെയിലി ഉപയോഗിക്കാം. ഇതേപോലെ അരച്ച് വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരാഴ്ച വരെയൊക്കെ കേടാവാതെ ഇരിക്കും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇതേപോലെ അപ്ലൈ ചെയ്തിട്ട് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതിയാവും. നല്ല റിസൾട്ട് കിട്ടുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു പാക്കാണ് കേട്ടോ. ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഫേസ് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും നല്ല രീതിക്ക് നമ്മുടെ സ്കിന്ന് ബ്രൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു തവണയൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് ഫുള്ളായിട്ടൊന്ന് കഴുകി കളഞ്ഞതിന് ശേഷമുള്ള റിസൾട്ടും കൂടി ഒന്ന് കണ്ടു നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ നല്ല വൃത്തിക്ക് തന്നെ കുറച്ചധികം വെള്ളം ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഒന്ന് കഴുകിയെടുക്കുക. അങ്ങനെ അത് ഫേസൊക്കെ വാഷ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ടാണ് കേട്ടത്. നന്നായിട്ട് തന്നെ നമ്മുടെ സ്കിന്ന് ബ്രൈറ്റ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല രീതിക്കൊന്ന് സോഫ്റ്റും കൂടി ആയിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നല്ലൊരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ടും ഈ ഒരു പാക്ക് നല്ലതാണ്. നമുക്ക് ഏതെങ്കിലും ഫംഗ്ഷന് പോകുന്നതിന് മുൻപായിട്ട് ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫേഷ്യൽ ചെയ്ത എഫക്റ്റൊക്കെ കിട്ടുന്ന രീതിയിലുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു പാക്ക് കൂടിയാണ് കേട്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷെ നല്ല രീതിക്ക് നമ്മുടെ സ്കിന്ന് ബ്രൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ അടുക്കളയിലുള്ള ഈ 2 സാധനങ്ങൾ മാത്രം മതി നമുക്ക് നിറം വയ്ക്കാനായിട്ട്. ഒറ്റ യൂസിൽ തന്നെ നമുക്ക് അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്കാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഇത് യൂസ് ചെയ്തതിൻ്റെ ഫീഡ്ബാക്ക് ഇതിൻ്റെ താഴെ ഒന്ന് കമൻറ്റും കൂടി ചെയ്യുക.